വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 2 വാക്യങ്ങളിലായി ശത്രു മുഖാന്തരം സംഭവിച്ച ഇസ്രായേലിൻ്റെ തകർച്ചയുടെ 5 വിഷയങ്ങളെ എടുത്തു പറയുകയാണ്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൾ ഇന്നലകളിൽ വരെ മനോഹരമായി കണ്ടിരുന്ന വിഷയങ്ങളിൽ, ഇന്നലകളിൽ വരെ സൗന്ദര്യപരമായി കണ്ടിരുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ സൗന്ദര്യമല്ല, അതിൻ്റെ മനോഹാരിതയല്ല, പകരം അതിനും മീതെ ശത്രുവിൻ്റെ ഒരു കൈ കാണുകയാണ്. ഇന്നലെ വരെ അവൾ നന്മ കണ്ടിരുന്നിടത്ത്, ഇന്നലെ വരെ അവൾ കൃപ കണ്ടിരുന്നയിടത്ത്, ഇന്നലെ വരെ അവൾ സന്തോഷം കണ്ടിരുന്നയിടത്ത് ഇപ്പോൾ ശത്രുവിൻ്റെ കരം കാണുകയാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവളുടെ മനോഹര വസ്തുക്കളിലൊക്കെയും ശത്രുവിൻ്റെ കരം അതിന് മീതെ കാണുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിച്ചു കയറുമ്പോൾ കുടുംബ ജീവിതത്തിൽ, സഭയ്ക്കകത്ത്, ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെ ദൈവകൃപ വെളിപ്പെടേണ്ട ഇടത്ത്, ദൈവമഹത്വം വെളിപ്പെടേണ്ട ഇടത്ത്, ദൈവശക്തി വെളിപ്പെടേണ്ട ഇടത്ത് ശത്രുവിൻ്റെ കരം കാണുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ആ കരം വെട്ടിക്കളഞ്ഞ്, ഇന്ന് പകൽ അഭിഷേകത്തിൽ ആ കരം താഴ്ത്തിക്കളയുന്നത് ഇന്ന് പകൽ വെളിപ്പെട്ട് വരുമാറാകട്ടെ. അവളുടെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രുവിൻ്റെ കൈ കാണുന്നു. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥന ലഘുവായി നിങ്ങൾ ചിന്തിക്കരുത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ശത്രുവിൻ്റെ കരം കാണുന്നുവെങ്കിൽ ഒരുപക്ഷെ മോഷ്ടിപ്പാനായിരിക്കാം, ഒരുപക്ഷെ ഉപദ്രവിപ്പാനായിരിക്കാം, ഒരുപക്ഷെ പിച്ചി ചീന്താനായിരിക്കാം, ഒരുപക്ഷെ തടയാനായിരിക്കാം. എവിടെയൊക്കെ ശത്രുവിൻ്റെ കരം കാണുന്നോ ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ്റെ കരങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. അവളുടെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രുവിൻ്റെ കൈ ഞാൻ കാണുന്നു. ഇന്ന് പകൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, എന്തിനാണ് ശത്രു കൈവെക്കുന്നത്? ഒന്നുകിൽ ശത്രു കൈവെക്കുന്നത് അത് എടുത്തുകൊണ്ടു പോകാനായിരിക്കാം, അല്ലെങ്കിൽ ശത്രു കൈവെക്കുന്നത് അതിനെ നശിപ്പിച്ചു കളയാനായിരിക്കാം, അല്ലെങ്കിൽ ശത്രു കൈവെക്കുന്നത് അതിന്മേലൊരു അവകാശം പറയാനായിരിക്കാം, അല്ലെങ്കിൽ ശത്രു കൈവെക്കുന്നത് ചിലതിനെ തടയുവാൻ, ചിലതിനെ ഹിൻഡർ ചെയ്യുവാനായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാല ശത്രുവിൻ്റെ കൈ കണ്ട ഇടത്ത് ദൈവത്തിന്റെ കൈ കാണുമെന്ന്, ശത്രുവിന്റെ കൈ കണ്ട ഇടത്ത് ദൈവത്തിന്റെ കൈ കാണുമെന്ന് ഇന്ന് എത്ര പേർക്ക് ഉറപ്പോടുകൂടി പറയുവാൻ കഴിയും? പ്രാർത്ഥിച്ചു കയറട്ടെ. ശത്രുവിന്റെ കൈ കണ്ട ഇടത്ത് ഞാൻ ദൈവത്തിന്റെ കൈ കാണാം. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇന്ന് പകൽ ശത്രുവിന്റെ കരമല്ല, ദൈവത്തിന്റെ കര ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ കാണട്ടെ. ഇതാ 7-ാം പ്രാവശ്യം പർവ്വതത്തിന്റെ അടിവാരം വിട്ട് സമുദ്രതീരത്ത് കണ്ണുയർത്തി നോക്കുന്ന പ്രവാചക ശിഷ്യൻ ഒരു കാര്യം കാണുകയാണ്. സമുദ്രത്തിൽ നിന്നൊരു കൈ ഉയർന്നു വരുന്ന, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഉയർത്തുന്നതായ കര. ദൈവാലയത്തിലെ പൊൻപാത്രങ്ങളെ ശിനാർ ദേശത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് താനും തന്റെ പ്രഭുക്കന്മാരും വെപ്പാട്ടികളും കൂടെ വീഞ്ഞു കുടിപ്പാൻ തക്കവണ്ണ ആ പാത്രം എടുത്ത് തന്റെ ചുണ്ടോടടിപ്പിക്കുമ്പോൾ ബാബിലോണിലെ ബേൽഷസ്സറിന്റെ അരമനയിൽ ഒരു കൈ വെളിപ്പെട്ടു. അത് ദൈവത്തിന്റെ കരമായിരുന്നു. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിന്റെ തീരത്ത് വഴിയടഞ്ഞു മുമ്പോട്ട് പോകത്തില്ല. ശത്രുവിന്റെ കുതിര കുളമ്പടികൾ അവരുടെ കാതുകളിൽ നിന്നെ ഇവിടെ പിടിച്ചൊതുക്കുമെന്ന് പറയുന്ന ഇടത്ത് അവർ മോശയുടെ കയ്യിൽ കണ്ടു ദൈവത്തിന്റെ കര. ഇന്ന് പകൽ വിശ്വസിക്ക, ശത്രുവിന്റെ കരം കാണാനല്ല, ദൈവത്തിന്റെ കരം കാണുവാൻ. ശബല പ്രവാചകം പ്രൗഢവർദ്ധനഹദിയ, നിന്റെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന കര ഇന്ന് പകൽ മാഞ്ഞു പോകട്ടെ. തലമുറകളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന കര, ശുശ്രൂഷയുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന കര, ദേശത്തിന്മേൽ ശത്രു വെച്ചിരിക്കുന്ന കര ഇന്ന് പകൽ അഭിഷേകത്തിന്റെ അധികാരത്തിൽ വെട്ടിക്കളയാൻ, ഇന്ന് പകൽ അതിനെ മാറ്റിക്കളയുവാൻ കൃപയുള്ള ദൈവജന അതരം തുറന്ന് കരമടിച്ച് അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. നിന്റെ മനോഹര വസ്തുക്കളുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ സഭയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ശത്രുവിന്റെ കരം കാണുകയില്ല. അതരം തുറന്ന് ദൈവസന്നിധിയിൽ ആരാധിച്ച് കയറി വരാൻ എത്ര പേർ ഇന്ന് പകൽ എന്നോടുകൂടെയുണ്ട്? ഇല്ല, ശത്രുവിന്റെ സാന്നിധ്യമല്ല, ശത്രുവിന്റെ കൈപോലും ഞാൻ കാണുകയില്ല. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ഒരു ചലന, ഇന്ന് പകൽ ദൈവശക്തിയുടെ ഒരു ചലന, അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ അവന്റെ കൈയെ വെട്ടിക്കളയുന്ന, ദുരാന്തകാരങ്ങളെ വെട്ടിക്കളയുന്ന
റാൽബനം പ്രവാചകം പ്രൗഢബർത്താനികം പ്രവസ്യ ലാർത്തേ നഗസ്യ പ്രവാഹനിയ. യഹോവയുടെ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ ദാഗോന്റെ കൈ താഴെ വീണു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നിടത്ത് ദാഗോന്റെ കൈ താഴെ വീഴ. അൽബര പ്രവാഹനി ഹൊഫ്നിയും ഫീനഹാസ് കൊല്ലപ്പെട്ട ദിനത്തിൽ അവന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ മഹത്വം പോയി. എന്നാൽ യഹോവയുടെ മഹത്വത്തെ ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് അസ്തോദിൽ കൊണ്ടുവെക്കുന്ന രാത്രിയിൽ അവന്റെ കയ്യെ ദൈവത്തിന്റെ പെട്ടകം വെട്ടിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചില ദാഗോന്യ കരങ്ങൾ വെട്ടപ്പെടട്ടെ. ചില ദാഗോന്യ കരങ്ങൾ വെട്ടപ്പെടട്ടെ. നിന്റെ മനോഹര വസ്തുവിന്റെ മേൽ ശത്രുവിന്റെ കൈ കാണുകയില്ല. നിന്റെ മനോഹര വസ്തുവിന്റെ മേൽ ശത്രുവിന്റെ കൈ കാണുകയില്ല. അതരം തുറന്ന അന്യഭാഷകളിൽ, അതരം തുറന്ന ആത്മബലത്തിൽ പരിശുദ്ധാത്മാവിനെ അവിടെ പിടിച്ചു നിർത്തുന്ന ദൈവസഭയ്ക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, തലമുറകൾക്കെതിരെ, കുടുംബ ജീവിതങ്ങൾക്കെതിരെ ഉയരുന്ന അന്ധകാര കൈകൾ അഭിഷേകത്തിൽ ആരാധിച്ചു കയറാൻ കഴിയുന്നവർ കയറട്ടെ. ശത്രുവിന്റെ കരങ്ങൾക്ക് നേരെ നിന്റെ കൈയടിച്ച് ദൈവത്തിൽ ആരാധിച്ചാട്ട് നിന്റെ കരം കൂട്ടി ചേർത്തടിച്ച്, നിന്റെ കരങ്ങൾ ചേർത്തടിച്ച് വിശ്വാസത്തോടെ ദൈവത്തിന്റെ സ്തോത്രം പറ. ശത്രുവിന്റെ കരം അപ്രത്യക്ഷമാകട്ടെ. ശാൽബരം പ്രവാചകൻ അർത്തിലി പ്രോസ്മഹേനിയ ലാസ്ബെരി കട്ടോനിയ ലാർഖെസബേൽഖോനിയ അർത്തേനി ശാൽത്തേനി അൽഖോ മഹാസിയാരി ആർദ്ധനെ ജഗം പ്രഭാഷി വാൽത്തേ നഗസ്യ പ്രവാര്യ അർക്കലം പ്രഭജക ഡഗരഗദാനി വൈഡഗര ഘടകസവ പ്രവാല്യ അർത്ഥനഗര ഘടകൽ ഖരാം പ്രഭാസി വാർത്തേനിയ ലഖരകസ്യ റാൽത്തേനിയ 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 സാർത്തേനിയ റാൽഖമംഗര പ്രവശ്യം പ്രവാനി. ജീസസ് ജീസസ് Jesus. ഒന്ന്, ശത്രുവിന്റെ കൈ വെളിപ്പെടുകയാ. ശത്രുവിന്റെ കൈ വെളിപ്പെടുക. അവളുടെ മനോഹര വസ്തുക്കളുടെ മേൽ ശത്രു കൈവച്ചിരിക്കുന്നു. രണ്ടാമതായി പറയുകയാണ്, ദൈവം ഒരിക്കൽ അടിച്ചു പുറത്തു കളഞ്ഞ് കയറരുതെന്ന് പറഞ്ഞ ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ മേൽ ദൈവം ഇട്ടിരുന്ന ചില അതിരുകൾ ബ്രേക്ക് ആയിരിക്കുന്നു. ആമേൻ. ദൈവം അവൾക്ക് വേണ്ടി ഇട്ടിരുന്ന ചില അതിരുകൾ ഇന്ന് കാണുവാനില്ല. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവജനം ആരാധിച്ച് പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ ആമേൻ ചില അതിരുകൾ ദൈവമിടോ. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേലിൻ്റെ അതിരുകളെ സംബന്ധിച്ച് ആമേൻ ഇസ്രായേലിന് മതിലുകൾ കൊണ്ട് അതിരുകൾ പണിത ഒരു കാലമുണ്ടായിരുന്നു. അത് ശലോമോന്റെ ദൈവാലയ പ്രതിഷ്ഠയ്ക്കും ആലയ നിർമ്മാണത്തിനും പട്ടണ നിർമ്മാണത്തിനും ഒക്കെ ശേഷമാണ് അവർക്കങ്ങനെ കെട്ടിയെടുത്ത വലിയ മതിലുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു മുമ്പും ബാബിലോൺ പ്രവാസം കഴിഞ്ഞു വരുമ്പോഴോ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, പെരുപ്പം ഹേതുവായി, വർധനവ് ഹേതുവായി ഇസ്രായേലിന്റെ പട്ടണങ്ങൾ മതിലില്ലാതെ തുറന്നു കിടക്കാം. മനുഷ്യൻ കെട്ടിയ മതിലുകൾ കട്ടമേൽ കട്ട വെച്ച് കുമ്മായമിട്ട് ചേർത്തെടുത്ത ഗോപുരവാതിലുകളും കൊത്തളങ്ങളും പണിത മതിലുകൾ അതിനില്ലാതിരിക്കുക, അത് തുറന്നു കിടക്കാം. പക്ഷെ ഒരുത്തനും അകത്തു പ്രവേശിക്കത്തില്ല. കാരണം ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കാം. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ആലയം വിട്ടു പോകുമ്പോൾ മനുഷ്യൻ കെട്ടിയ കട്ടയും കുമ്മായവും കളിമണ്ണും ചേർത്തുള്ള മതിലല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ അഗ്നിമണ്ഡലം നിനക്ക് ചുറ്റും ഒരു മതില് പണിത് നിൽക്കുന്നത്. എവിടെയൊക്കെ ശത്രു അകത്തു കയറിയിരിക്കുന്നെങ്കിൽ അവൻ ഇടം വിട്ട് പുറത്തു പോകുന്നത്. ജീസസ്. ആമേൻ. രണ്ട് പ്രശ്നങ്ങളാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. ഒന്ന്, ശത്രുവിന്റെ കരം. രണ്ട്, അതിരുകൾ പൊളിക്കപ്പെട്ടിരിക്കുന്നു.
മൂന്നാമതായി 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ ആഹാരം അന്വേഷിക്കുകയാണ്. അവൾ ആഹാരം തിരയുകയാണ്. ആഹാരങ്ങൾ നഷ്ടപ്പെടുന്നു. വീണ്ടും ആ തിരച്ചിലിനപ്പുറം 4-ാമത്തെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ആഹാരം തിരഞ്ഞിട്ട് കണ്ടെത്താതെ അവൾ ആഹാരത്തിന് വേണ്ടി അവളുടെ മനോഹര വസ്തുക്കളെ അവൾ തന്നെ എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെടുത്തുകയാണ്. ആമേൻ. തങ്ങൾക്ക് നഷ്ടം വരുത്തുന്നതായ ഒരു തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ കൃപകളെ നഷ്ടപ്പെടുത്തുന്ന തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ വരങ്ങളെ നഷ്ടപ്പെടുത്തുന്ന തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തുന്ന തലമുറ, തങ്ങൾ തന്നെ തങ്ങളുടെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്ന തലമുറ. ഈ 4 പ്രശ്നങ്ങൾ പറഞ്ഞ് 5-ാമത്തെ പ്രശ്നം പറയുമ്പോൾ ആമേൻ, ഭക്തൻ ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനാകുന്നു: ദൈവമേ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ എന്ന് പറയുകയാണ്. നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. കൺസിഡർ മൈ ഹ്യൂമിലിയേഷൻ, കൺസിഡർ മൈ വൈൽ. എൻ്റെ നിന്ന നീ ഒന്ന് കൺസിഡർ ചെയ്യണമേ. അത് നീ ഒന്ന്, ആ വിഷയത്തെ നീ ഒന്ന് ശ്രദ്ധയോടുകൂടെ എടുക്കണമേ. കൺസിഡർ മൈ ഹ്യൂമിലിയേഷൻ. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ നടുവിൽ ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ 5-ാമത്തെ പ്രശ്നമാണ്. കൺസിഡർ മൈ വൈൽ. എൻ്റെ നിന്നയെ കടാക്ഷിക്കണമേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായി പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗത്തെ ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. സ്തോത്ര. ദൈവം ചില നിന്ദകളെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. The Lord is going to consider your humiliation. നിന്റെ നിന്ദയെ ദൈവം കൺസിഡർ ചെയ്യുക. അത്തരം തുറന്നൊന്ന് പറഞ്ഞ്, എൻ്റെ നിന്ദയെ ദൈവം കൺസിഡർ ചെയ്യുക. അല്ല പ്രവചാൽഗത പ്രഭാഷിയ. ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ച് ഇന്നീ ശുശ്രൂഷയ്ക്കകത്ത് ആത്മമണ്ഡലം തുറക്കപ്പെട്ടു നിൽക്കുന്നത്, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ബേത്ത് ഏൽ എന്ന് പറയുന്ന ഏലിന്റെ വീട്, യഹോവയുടെ വീട്, ഏലോഹീം എന്ന ദൈവത്തിന്റെ ഭവനം വെളിപ്പെട്ടു നിൽക്കുന്ന സാന്നിധ്യത്തിന് ആഗ്രഹിച്ചു ദൈവസന്നിധിയിൽ കരമടിച്ച് സ്തോത്രം ചെയ്ത് കയറി വരട്ടെ. സൽവ പ്രവചനം, പ്രവാദിയ പ്രഭാഷം. ജീസസ്, ജീസസ്, ജീസസ്. ഞാൻ പലപ്പോഴും പറയുന്നതായ ഒരു ഭാഗമുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കുണ്ടായ വിവശതയിൽ കാഹളത്തിനൊത്ത മഹാനാദം കേൾപ്പാൻ തക്കവണ്ണം താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു തൻ്റെ അടുക്കൽ ഇറങ്ങി വരികയായിരുന്നു. ഡിസെൻഡിങ് പ്രസൻസ് ഓഫ് ഗാഡ്. എന്നാൽ ആ പ്രത്യക്ഷതയ്ക്ക് അനന്തരം 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള ദൂത് കൊടുത്തനന്തരം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദർശന പരമ്പരയുടെ അടുത്ത തലം വരികയാണ്. ആ അധ്യായം ആരംഭിക്കുമ്പോൾ താൻ ആദിയിങ്കൽ കേട്ട കാഹളത്തിനൊത്ത അതേ മഹാനാദം താൻ കേൾക്കുകയാണ്. ആ കാഹളനാദം കേട്ട് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യത്തെ താൻ കാണുന്നില്ല. പകരം താൻ കാണുന്നത് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ട് യോഹന്നാനോട് പറയുകയാണ്, ഇവിടെ കയറി വരിക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം 1-ാം അധ്യായത്തിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യമായിരുന്നെങ്കിൽ 4-ാം അധ്യായത്തിൽ സാന്നിധ്യം ഇറങ്ങി വരികയല്ല, സാന്നിധ്യത്തിലേക്ക് യോഹന്നാനെ എന്ത് ചെയ്യുകയാണ്? കയറ്റിക്കൊണ്ടുപോവുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ദൈവസഭയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആമേ. നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടി, ആമേ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ പൊൻപാദങ്ങളോടുകൂടെ തലയും താടിയും ഹിമത്തോളം വെളുത്ത അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളും പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളുമായി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട തേജോമയനായ ക്രിസ്തു ഇതിനകത്ത് നിലകൊള്ളുന്നുണ്ട്. അത് എല്ലാവർക്കും, ഭൂരിഭാഗം പേർക്കും അനുഭവ്യമാണ്. എന്നാൽ ഇതിനകത്തു നിന്ന് ചിലരെ അതിനപ്പുറം ഉയർന്നു നിൽക്കുന്ന സ്വർഗതലത്തിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക്, ആമേൻ, ആ സ്പിരിറ്റ് തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ്
ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ എത്ര പേർ പരിശുദ്ധാത്മാവിനകത്ത് ആത്മാവിന്റെ ഉപരിതലത്തിലൊന്ന് കയറുവാൻ, ആത്മാവിന്റെ ഹയർ പൊസിഷൻസ് ഓഫ് ദ സ്പിരിച്വൽ, പരിശുദ്ധാത്മാവിന്റെ ഉപരിതലത്തിൽ ജീസസ് ജീസസ് അന്യഭാഷകളിൽ തന്നെ റാൽബര പ്രവചനം പ്രൗലകർഷ് മകാരിബ കർബകർബ കാർത്തുനീജി ബീജക്കൽബ പ്രവകൽകം താനം ചപം പുരം ചംപ്രവാനി. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞാൻ ഇതിനകത്ത് ആത്മമണ്ഡലത്തിന്റെ സാധ്യതകളെ തുറന്നെടുക്കുന്നു. പരിശുദ്ധാത്മാവിന് എന്നോട് പർട്ടിക്കുലറായി ഒരു പദം പറയുന്നു. ചിലതിനെ പൊട്ടിച്ചെടുക്കുവാൻ പറയുന്നു. സ്വച്ഛ ജഡാമാംസി തൈലം നിറഞ്ഞ കുപ്പി പൊട്ടിച്ചതുപോലെ അറബ്ധനാദി അടച്ചു വെച്ചിരുന്ന ചിലതിനെ തുറക്കുകയല്ല, പൊട്ടിച്ചു കളയുക. ഇനി ആരും അടയ്ക്കാതെ വേണം പൊട്ടിച്ചു കളയുക. അത് പൊട്ടിയാൽ ആമേൻ, ഒരു ഏരിയ മുഴുവനും, ഒരു കുപ്പി പൊട്ടിയാൽ ഒരു വീട് മുഴുവനും നിറഞ്ഞെന്നാ പറഞ്ഞത്. അവൾ അത് പൊട്ടിച്ചു. ഒരു വെങ്കൽ ഭരണി പൊട്ടിച്ചു, ഒരു വീട് മുഴുവനും നിറഞ്ഞുവെന്നാ പറയുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ട് ചിലതിനെ പൊട്ടിക്കും. അത് ചില വീടുകളുടെ, ചില വ്യക്തികളുടെ നിറവായി മാറ്റപ്പെടും. നീ പൊട്ടിക്കും, വീട് നിറയും. നീ പൊട്ടിക്കും, നിന്റെ വീട് നിറയും. നീ പൊട്ടിക്കും, നിന്റെ വീട് നിറയും. നിന്നയെ കടാക്ഷിക്കുന്ന ദൈവം, നിന്നയെ കടാക്ഷിക്കുന്ന ദൈവം, the Lord who considers the humiliation of his people. തൻ്റെ ജനത്തിൻ്റെ നിന്നയെ ദൈവം കടാക്ഷിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന 7 നിന്ദകളിൽ കൂടെ ഞാൻ ഇന്ന് പകൽ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 7 നിന്ദകളിൽ കൂടെ. അതിൽ എത്രത്തോളം നമുക്ക് കടന്നു പോകാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് കടന്നു പോകാം. ആമേൻ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് നിന്നയുടെ 1-ാമത്തെ തലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ, യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ, യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ഹൃദയത്തിൽ നിന്ന് ഉളവായി വരുന്ന ഒരു നിന്ദയെ നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഏതാണ് ഈ നിന്ദ എന്നറിയാമോ? ഈ നിന്ദയെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൻ്റെ ആരാധനയ്ക്കെതിരെയുള്ള നിന്ദയാണ്. പക്ഷേ ദാവീദിൻ്റെ ആരാധനയ്ക്കെതിരെയുള്ള നിന്ദ എന്ന് പറയുന്നത്, ദാവീദ് കിന്നരം വായിച്ച് പാടുമ്പോൾ, ദാവീദ് പാട്ടുപാടുമ്പോൾ, ദാവീദ് സംഗീതക്കാരോട് കൂടെ നിന്ന് ആരാധിക്കുമ്പോൾ അവിടെയൊന്നും നിന്ദിക്കപ്പെടുന്നില്ല. പക്ഷേ പെട്ടകം പട്ടണത്തിൽ കയറിയപ്പോൾ ദാവീദിൻ്റെ ഡാൻസിങ്ങിൻ്റെ, ദാവീദിൻ്റെ വർഷിപ്പിൻ്റെ ലെവല് മാറി. ഞാനൊരു കാര്യം എൻ്റെ ദൈവമക്കളോട് പറയാം, പെട്ടകം കയറിക്കഴിഞ്ഞാൽ ആരാധനയുടെ ലെവല് മാറോ? ആമേൻ. ദൈവസാന്നിധ്യം കയറിക്കഴിഞ്ഞാൽ, ആത്മാഭിഷേകം കയറിക്കഴിഞ്ഞാൽ ആരാധിക്കുന്നവനൊരു ഭ്രാന്തനെ പോലെ നിന്ന് ആരാധിക്കാം. പെട്ടകം കടക്കുന്നിടം വരെ ദാവീദിൻ്റെ ആരാധന വളരെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പെട്ടകം അടുത്ത്
വരുന്നിടം വരെ ദാവീദിന്റെ ആരാധന വളരെ ഡീസന്റ് ആയിരുന്നു. പക്ഷെ പെട്ടകം പട്ടണത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആരാധനയുടെ ലെവല് മാറി. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, പെട്ടകം കയ്യിലുള്ളവന്റെ ആരാധന വേറെ ലെവലാണ്. അഭിഷേകമുള്ളവന്റെ ആരാധന വേറെ ലെവലാണ്. അഭിഷേകം ഇല്ലാത്തവൻ നല്ല താളത്തിൽ, നല്ല ഈണത്തിൽ, നല്ല രാഗത്തിൽ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുമ്പോൾ അഭിഷേകമുള്ളവൻ ഒരുപക്ഷെ രാഗവും താളവും കാണത്തില്ല, പക്ഷേ അവന്റെ ആരാധന വേറെ ലെവലാ. ആ ആരാധനയിൽ ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ, യഹോവയുടെ മുൻപാകെ കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ, യഹോവയുടെ മുൻപാകെ ദാവീദ് കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, അതെന്താണെന്നറിയാമോ? പെട്ടകം വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് പിന്നെ അവിടെ നിൽക്കുന്നവരുടെ കൂടെ ഒന്നും ആരാധിച്ചു എന്നല്ല പറയുന്നത്, സഭക്കാരുടെ കൂടെ, തൻ്റെ മന്ത്രിമാരുടെ കൂടെ എന്നൊന്നുമല്ല പറഞ്ഞത്. യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ, യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തോ. ആമേൻ. ഒരു എൻകൗണ്ടർ സംഭവിക്കുകയാണ്, ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ആ സാന്നിധ്യത്തിൽ ഇവൻ ആരാധിക്കുന്നത് കണ്ടപ്പോൾ നിന്ദിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തിനകത്ത് ആരാധിച്ചു കയറുമ്പോൾ, ദൈവ സാന്നിധ്യത്തിനകത്ത് നീ തുള്ളുമ്പോൾ, നിനക്കെതിരെ ചില ഹൃദയങ്ങളിൽ ഉളവായ നിന്ന ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കടാക്ഷിക്കാൻ പോവുകയാണ്. ലാൽബര പ്രവാസ പ്രവാലിയ അർത്ഥന ഘടകടകട ഘടക പ്രവാരി അർത്ഥല പ്രവാലി അർദ്ധരെ ഘടകടകട ഘടകശ പ്രവാരി അർത്ഥര പ്രവാലിയ. ജീസസ്. ആമേൻ. ദാവീദ് ആരാധിച്ചു കഴിഞ്ഞിട്ട് ദാവീദ് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ദാവീദ് ആരാധിച്ചു കഴിഞ്ഞിട്ട് ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ആരാധിക്കുന്നവന് മറ്റുള്ളവനെ അനുഗ്രഹിക്കാൻ കഴിയോ? ഞാൻ ആവർത്തിക്കട്ടെ, ആരാധിക്കുന്നവന് മറ്റുള്ളവനെ അനുഗ്രഹിക്കാൻ കഴിയോ? അവൻ ജനത്തെ അനുഗ്രഹിച്ചോ. ജനത്തിന് ഒരു കഷണം അപ്പം, ഒരു കഷണം ഇറച്ചി, ഒരു മുന്തിരിയട, ഫ്രൂട്ട്, വീറ്റ്, മീറ്റ്, ഇത് മൂന്നും കൊടുത്ത് ഓരോരുത്തരെയും താൻ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ദാവീദ് അവരെ അനുഗ്രഹിക്കുകയാണ്. ആമേൻ. ഈ അനുഗ്രഹം കഴിഞ്ഞ് ദാവീദ് തിരികെ വീട്ടിലേക്ക് വരികയാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ കുടുംബത്തെ, തൻ്റെ വീടിനെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നീ ആരാധിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നീ നിന്റെ വീട്ടിൽ കയറുമ്പോൾ ഒരു അനുഗ്രഹമായിരിക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാസ്റ്ററുടെ ചങ്ക് പാടുമ്പോഴല്ല ദൈവജനത്തിന്റെ ആരാധന ഉയരേണ്ടത്. അവന്റെ അകത്തൊരു ആരാധന ഉണ്ടാകണം. അൽഭന പ്രവചനം പ്രൗഢവർദ്ധനഹാദിയ അർക്കപ്രവശ്യ. ദാവീദ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്ത് ജനത്തെ അനുഗ്രഹിച്ചു. പക്ഷെ മറുഭാഗത്ത് ഒരു നിന്ന പൊങ്ങി വരികയാണ്. അബാ ലഗശ പ്രൗഢഭാരി. എന്നാൽ ദാവീദ് തിരികെ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. എതിരേറ്റ് ചെന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, ആമേ, ഇസ്രായേലിന്റെ രാജാവ് ദാസികളുടെ മുൻപാകെ തന്നെത്താൻ അനാവൃതനാക്കി എന്നാണ് പറയുന്നത്. അനാവൃതനാക്കി എന്ന് പറഞ്ഞാൽ അൺകവേർഡ്, അൺകവേർഡ്. അവന്റെ മൂടുപടങ്ങളെ അവൻ മാറ്റി. യഥാർത്ഥ ആരാധന നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അൺകവർ ചെയ്യപ്പെടോ. അവന്റെ മാന്യതകളൊക്കെ വിടോ, അവന്റെ പോളിസികളൊക്കെ വിടോ. അവൻ കരയാൻ തുടങ്ങോ, അവൻ ചിരിക്കാൻ തുടങ്ങോ, അവൻ നിലമ്പാട് വീഴാൻ തുടങ്ങോ. വാട്ട് ഈസ് ദ റിയൽ വർഷിപ്പ്? അൺകവറിങ്. അവിടെ പറയുകയാണ്, ഇന്ന് ദാസിമാർ കണ്ടോ റിയലി ദാവീദ് ആരാണെന്ന്? അന്ന് വരെ ദാവീദ് റിയലി ആരാണെന്ന് ആർക്കും അറിയത്തില്ല. ആമേ, രാജവസ്ത്രത്തിനകത്ത്, ആമേ, നല്ല മനോഹരമായ വസ്ത്രത്തിനകത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനുഷ്യൻ. പക്ഷേ ആരാധനയുടെ മുമ്പാകെ ആരാധിച്ചപ്പോൾ രാജവസ്ത്രം മാറിയപ്പോ കണ്ടോ, മരുഭൂമിയിലും ഗുഹകളിലും അലഞ്ഞു തിരിഞ്ഞ വേദനപ്പെട്ട ശരീര. ശൗലിന്റെ മുൻപാകെ ഓടിപ്പോയപ്പോൾ, മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞപ്പോൾ അവന്റെ കാലുകൾ വെണ്ടുകേറിയ, അവന്റെ സൗന്ദര്യമില്ലാത്ത കാലുകൾ, അവന്റെ സൗന്ദര്യമില്ലാത്ത ശരീര ലോകം കണ്ടോ. ആമേ, മീകള് വന്നിട്ട് പറയുക, നീ ആരാധിക്കാതിരുന്നെങ്കിൽ നിനക്ക് ഈ കൊട്ടാരത്തിലെ രാജാവിന്റെ ഗ്ലോറി ഉണ്ടായിരുന്നു. പക്ഷേ നീ
നീ ആരാധിച്ചപ്പോൾ യു അൺകവേർഡ് യുവർ സെൽഫ്. നീ ഇട്ടിരുന്ന ചില ഹിപ്പോക്രസികൾ, നീ ഇട്ടിരുന്നതായ ചില മൂടുപടങ്ങൾ മാറി. ഇനി നിനക്ക് എന്തോ മഹത്വമോ ഉള്ളത്. സഭയുടെ നടുവിൽ നിന്ന് നീ കരഞ്ഞില്ലേ? സഭയുടെ നടുവിൽ നിന്ന് നീ വാവിട്ട് നിലവിളിച്ചില്ലേ? ഇനി നിനക്ക് എന്ത് മഹത്വമാവുള്ളത്? യു അൺകവേർഡ് യുവർ സെൽഫ്. ആമേൻ. ദാവീദിനെ നോക്കി പരിഹസിക്കുകയാ. എന്നാൽ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, ദാവീദ് മീഖളിനോട് പറയുകയാണ്, മീഖളെ, നീ ഒരു കാര്യം അറിയണം. ആമേൻ, ഞാൻ ഇതിലധികം ഹീനനാ, എന്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും. പക്ഷെ നീ പറഞ്ഞില്ലേ ആമേൻ, കുറെ ദാസികള് അവരുടെ മുമ്പിൽ ഞാൻ അനാവൃതനായെന്ന്. എവിടെ ഞാൻ അൺകവർ ചെയ്യപ്പെട്ടോ അവിടെ ദൈവം എന്നെ മാനിക്കും. ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ ആരാധനയുടെ മുമ്പിൽ വെളിപ്പെട്ട ചില നിന്ദകളെ, നിന്റെ എൻകൗണ്ടറിന്റെ മുൻപാകെ വെളിപ്പെട്ട ചില നിന്ദകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിന്റെ നിന്ദയെ കൺസിഡർ ചെയ്യുകയാണ്. Larba Pravaja Pravaria, Ralka Pravaria, Riga Paragadaria, Baba Baba, Rabba Pravaria, Pravaria, Pravalia, Rapara Para Pravaria, Ralta Tata Tata Tata, Ratata Tata Tata, Rabakatana Bakatania Bakaturadara. ആരാധനയുടെ പേരിൽ ഒരു നിന്ദയുണ്ട്. ഞാൻ ആത്മീയ നിന്ദയാണ് ഒന്നാമത് തൊടുന്നത്. ആത്മീയ നിന്ദ, അതിലൊന്ന് ആരാധനയുടെ നിന്ദയാണ്. രണ്ടാമത് ആരാധനയുടെ നിന്ദ, രണ്ടാമത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആത്മീയ നിന്ദയുടെ രണ്ടാമത്തെ ഭാഗം പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷ 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യപുത്രൻ നിമിത്തം, മനുഷ്യപുത്രൻ നിമിത്തം നീ കർത്താവിനെ അംഗീകരിച്ചത് മുഖാന്തരം നീ നിന്ദിക്കപ്പെടും. മനുഷ്യപുത്രൻ നിമിത്തം നീ നിന്ദിക്കപ്പെടും. ആ നിന്ന എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാമോ? ആ നിന്നയ്ക്ക് സ്തോത്ര 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. 6-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചു തരാമോ വേദഭാഗം? മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളെ ഭ്രഷ്ടരാക്കും, നിങ്ങളുടെ പേര് വിടക്കെന്ന് തള്ളുമ്പോൾ. നിന്നയുടെ 3 തലങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, നിന്ന എപ്പോഴും കളിയാക്കലായിട്ടല്ല വരുന്നത്. അവിടെ ഒന്ന് പറയുകയാണ്, they shall hate you. അവന് നിന്നോട് എന്തുണ്ടായിരിക്കും? ഒരു വെറുപ്പുണ്ടായിരിക്കും. വെറുപ്പിൻ്റെ കാരണം പറയുകയാണ് നിന്നോടുള്ള നിന്ദയാണ്. ആമേൻ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ് നിങ്ങളെ ഭ്രഷ്ടരാക്കും. എന്താണ് ഭ്രഷ്ടരാക്കുക? ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, they shall separate you from their company. അവരുടെ കൂട്ടുകെട്ടിനകത്തുനിന്ന് എന്ത് ചെയ്യുക? നിന്നെ മാറ്റി നിർത്തും. They shall separate you from their company. അവരുടെ സംഘത്തിൽ നിന്ന്, അവരുടെ ഗ്രൂപ്പിൽ നിന്ന് നിന്നെ ഒന്ന് ഒറ്റപ്പെടുത്തോ. ആമേ, ഇതൊക്കെ നിന്നയുടെ പോരുകളാണ്. മനുഷ്യപുത്രൻ നിമിത്തം നിന്നെ ഹേറ്റ് ചെയ്യോ. They shall separate you from your company. ഇന്ന് പകൽ നിന്നയുടെ താഴ്വാരങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ ഇന്ന് പകൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. They shall separate you from their company. എന്നിട്ട് അടുത്തത് പറയുകയാണ്, and cast out your name as evil. നിന്റെ പേര് ഒരു ഈവിളായിട്ട് ചിത്രീകരിച്ച് തള്ളിക്കളയോ. നിന്റെ പേരൊരു പിശാചെന്ന് പറയുന്നത് പോലെ നിന്റെ പേര് കേൾക്കുമ്പോഴേ കലി കൊള്ളാൻ തുടങ്ങോ. അമ്മേ, അപ്പോൾ പറയുകയാണ് നീ ഭാഗ്യവാനാണ്. അവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാൽ നീ ഭാഗ്യവാനാണ്. അവൻ നിന്നെ പകച്ചാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ പേരൊരു ശാപവാക്കെന്ന് പറയുമ്പോൾ നീ ഭാഗ്യവാനാണ്. കാരണം നീ എൻ്റെ പേരിൽ നിന്ന അനുഭവിക്കുകയാണ്. ആമേൻ. ആരാധനയുടെ പേരിലുള്ള നിന്ന. 2, കർത്താവിൻ്റെ പേരിലുള്ള നിന്ന.
മൂന്നാമത്തെ ആത്മീയ നിന്ദയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അഗ്നിനാവുകൾ പ്രത്യക്ഷമായി. സ്വർഗത്തിൽ നിന്നൊരു കൊടിയ മുഴക്കം അവരുടെ വീടിനെ നിറച്ചു. ഓരോരുത്തരുടെ മേലോ ആ അഗ്നിനാവുകൾ പതിയുവാൻ തുടങ്ങി. അടുത്ത ഭാഗത്ത് പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സിംപ്ലി ഒറ്റ വാക്കിൽ ഞാൻ പറയും, മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രകടനം വെളിപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് അടുത്ത ഭാഗം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. എവിടെയാണ് ഇവർ പരിഹസിക്കപ്പെട്ടത്? ആമേൻ. ഇവർ കുറെ നാളായി പരിഹസിക്കപ്പെടാൻ തുടങ്ങുകയാ. ഇവരുടെ അരുമനാഥൻ ക്രൂശിൽ കിടന്നപ്പോൾ വഴി പോകുന്നവർ തലകുലുക്കി പരിഹസിച്ചോ. യേശു കർത്താവിനെ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം പരിഹസിക്കപ്പെട്ടോ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമോ ശവം മോട്ടിച്ചോണ്ട് പോയവരാണെന്ന് പറഞ്ഞ് കളിയാക്കി. ഇപ്പോൾ അവർ വേറെ ഒരു തലത്തിലാണ് പരിഹസിക്കപ്പെടുന്നത്. എന്താണ് കാരണം? അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ തുടങ്ങി. അവരുടെ അകത്ത് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി ഗോസ്റ്റ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പ്രോമിസ് ഓഫ് ഹോളി ഗോസ്റ്റ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന ദൈവജന നിന്ദിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുന്നതാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേ പരിശുദ്ധാത്മാവ്, അവർ നിന്ദിക്കപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് ദൈവാലയത്തിൽ ജാതികൾക്ക് പ്രവേശിപ്പാനുള്ള സുന്ദരം ഗോപുരവാതിൽക്കൽ ഇരുന്ന മുടന്തനായ മനുഷ്യനെ എഴുന്നേറ്റ് തുള്ളി നടക്കുമാറാക്കി ദൈവാലയത്തിനകത്തു കയറ്റിയ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമായി രൂപാന്തരപ്പെട്ട ഹ്യൂമിലിയേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെ അപമാനം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ നീ പരിഹസിക്കപ്പെടും. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി ഗോസ്റ്റ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ 2-ാം അധ്യായത്തിൽ പരിഹാസമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ 3-ാം അധ്യായത്തിൽ അതൊരു അത്ഭുതമായി മാറ്റപ്പെടുകയാണ്. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട്, തലമുറകളോട് വിളിച്ചു പറയട്ടെ, അഭിഷേക നിമിത്തം ആവർത്തിക്കട്ടെ, അഭിഷേക നിമിത്തം നീ പരിഹസിക്കപ്പെടുമ്പോൾ നീ ധൈര്യപ്പെട്ടുകൊള്ളണം. നീ ഏത് അഭിഷേക നിമിത്തം പരിഹസിക്കപ്പെട്ടോ അതേ അഭിഷേകം നിമിത്തം നിന്റെ കൈകൊണ്ട് ദൈവ അത്ഭുതങ്ങളെ, ദൈവം അടയാളങ്ങളെ, ദൈവം വീര്യപ്രവർത്തികളെ അവിടെ ചെയ്യിക്കുവാൻ തുടങ്ങും. ഹ്യൂമിലിയേഷൻ ബിക്കോസ് ഓഫ് ദ സ്പിരിച്വാലിറ്റി. ആത്മീയത മുഖാന്തരം നിന്ദിക്കപ്പെടുമ്പോൾ നിന്റെ അന്യഭാഷയുടെ മുമ്പിലാണോ, നിന്റെ പ്രവചനത്തിന്റെ മുമ്പിലാണോ, നീ തുള്ളിച്ചാടിയപ്പോഴാണോ, നിന്റെ കൃപാവരങ്ങളുടെ മുമ്പിലാണോ, എവിടെയാണ് നീ നിന്ദിക്കപ്പെട്ടത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. ഇന്ന് നീ പരിശുദ്ധാത്മാവ് മുഖാന്തരം അപമാനിക്കപ്പെട്ടുവെങ്കിൽ നാളെ അതേ അഭിഷേകം കൊണ്ട് നീ ചിലതിനെ ജന്മനാ മുടന്തായി പോയ ചിലതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപാരം നിന്റെ മേൽ നടത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിനത് മതിയായതാണ്. സ്തോത്രം, സ്തോത്രം. ആത്മീയത മുഖാന്തരം പരിഹസിക്കപ്പെടും, ആത്മീയത മുഖാന്തരം നിന്ദിക്കപ്പെടും. 1, അത് ദൈവസാന്നിധ്യം അറിഞ്ഞ് ആരാധിക്കുമ്പോൾ. 2, കർത്താവിൻ്റെ നാമനിമിത്തം ഒറ്റപ്പെടും. 3, പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ. 4, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 32-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. ഇവിടെ ഇവർ അന്നുവരെ പ്രസംഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഉപദേശം പ്രസംഗിക്കുകയാണ്. ഏതാണ് ഈ ഉപദേശം? യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്താൽ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട പുനരുദ്ധാനത്തിൻ്റെ ഉപദേശം. സ്തോത്രം. ഉപദേശം നിമിത്തം പരിഹസിക്കപ്പെടും.
എൻ്റെ സഹോദരങ്ങളെ, ഉപദേശത്തിൽ വെള്ളം ചേർത്താൽ പെന്തക്കോസ്തിന് നല്ല മാന്യത കിട്ടും. ആമേൻ. ഉപദേശത്തിൽ വിട്ടുവീഴ്ച ചേർത്താൽ പെന്തക്കോസ്തുകാർക്ക് കുറച്ചും കൂടെ അഡ്രസ്സ് കിട്ടും. സ്തോത്രം. പക്ഷേ ഉപദേശത്തിന്റെ പരിഹാസം, ഉപദേശത്തിന്റെ നിന്ന, ആമേൻ, അത് ചുമക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യൻ നിന്നാൽ ദൈവം അവനെ ആദരിക്കും. ആമേൻ. മാനസാന്തരപ്പെടുമ്പോൾ ആമേൻ ഒരു പരിഹാസമുണ്ട്. സ്നാനപ്പെടുമ്പോൾ ഒരു പരിഹാസമുണ്ട്. വേർപാട് അനുഷ്ഠിക്കുമ്പോൾ ഒരു പരിഹാസമുണ്ട്. വിശുദ്ധ ജീവിതം ചെയ്യുമ്പോൾ ഒരു പരിഹാസമുണ്ട്. ഉപദേശം കേട്ടിട്ട് പരിഹസിച്ചു. ഉപദേശം കേട്ടിട്ട് ഞങ്ങളുടെ ഒന്നും പള്ളിയിൽ ഇങ്ങനെ ഉപദേശിക്കുന്നില്ലല്ലോ. നിന്റെ ഉപദേശം നിന്നെ പരിഹാസപാത്രമാക്കുമ്പോൾ യെരമ്യാവ് പറയുകയാണ്, എൻ്റെ നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടിട്ട് അവർ പരിഹസിച്ചു. ആമേൻ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നീ പറയുമ്പോൾ, പുനരുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ, വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ, നിന്റെ തീഷ്ണതയെ കുറിച്ച് പറയുമ്പോൾ, നീ മാമോദിസയ്ക്ക് പങ്കെടുക്കത്തില്ലെന്ന് പറയുമ്പോൾ, നീ 16 അടിയന്തരത്തിന് പോകത്തില്ലെന്ന് പറയുമ്പോൾ, നീ 41-നും ചാവൂട്ടിനും പോകത്തില്ലെന്ന് പറയുമ്പോൾ മനുഷ്യൻ നിന്നെ പരിഹസിക്കുക. നിന്റെ വേർപാടിൻ്റെ മുൻപാകെ മനുഷ്യൻ നിന്നെ നിന്ദിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ പൈതല് ആ നിന്നയെ കൺസിഡർ ചെയ്യുന്ന, ആ അപമാനത്തെ കൺസിഡർ ചെയ്യുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ജീസസ്. ഉപദേശത്തിന്റെ പരിഹാസത്തെ ഏറ്റെടുക്കുന്ന തലമുറ, ഉപദേശത്തിന്റെ പരിഹാസത്തെ ഏറ്റെടുക്കുക. പക്ഷേ ആ ഉപദേശത്തിന്റെ നിന്നയെ ദൈവം കടാക്ഷിക്കും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഉപദേശത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിനക്കൊരു നിന്നയുണ്ട്. നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. ആമേൻ.